ഹായ് ഫ്രണ്ട്സ്, ഹാപ്പീസ് വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതൊരു ഫാമിലി വ്ളോഗ് ചാനലാണ്. അതായത് അവരുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരു ചാനലാണ് കേട്ടോ ഈ പാപ്പീസ് വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കറിയാം, ഈ ഫാമിലി വ്ളോഗേഴ്സ് ചെയ്യുന്ന യൂട്യൂബേഴ്സിനെ പറ്റിയിട്ട് നമുക്കറിയാം. പൊതുവെ മറ്റെല്ലാ മേഖലയിലുള്ള യൂട്യൂബേഴ്സിനെ അപേക്ഷിച്ച് ഈ ഫാമിലി വ്ളോഗേഴ്സ് ചെയ്യുന്ന യൂട്യൂബേഴ്സിന് ഒരുപാട് സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ ഒരുപാട് വ്യൂസ് ഉണ്ടാകും. കാരണം നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും ഇത്തരത്തിലുള്ള വീഡിയോസ് മറ്റുള്ളവരുടെ എന്ന് വെച്ചാൽ ഫാമിലി വ്ളോഗേഴ്സ് കാണാൻ എല്ലാ ആളുകൾക്കും പൊതുവേ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവർക്കും ഇത്തരത്തിലുള്ള ആളുകൾക്ക് പൊതുവേ സബ്സ്ക്രൈബേഴ്സ് കൂടുതലാണ്. അതുമാത്രമല്ല, ഒരുപാട് അധികം നെഗറ്റീവ് കമൻസ് ഇല്ലാതെ എല്ലാ ആളുകളും കാണും ഇങ്ങനെ ഇത്തരത്തിലുള്ള ഫാമിലി വ്ളോഗേഴ്സിൻ്റെ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഈ പാപ്പി വ്ളോഗ്സ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഇവർക്ക് ഒരുപാട് ഇവരെ ഇഷ്ടപ്പെടുന്ന ആളുകൾ കുറേ ഉണ്ട്. അതുപോലെ തന്നെ ഇവരുടെ വീഡിയോ കാണുമ്പോൾ കുറേ ആളുകൾക്ക് ഛർദ്ദിക്കാൻ വരുന്നു. അതുപോലെ തന്നെ വളരെ ബുദ്ധിമുട്ട് തോന്നുന്നു, ഇവരുടെ വീഡിയോ കണ്ടിരിക്കാൻ പറ്റുന്നില്ല, വളരെ മോശമായിട്ടാണ് ഇവരുടെ വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള കമൻസ് ഇവരുടെ വീഡിയോക്ക് താഴെ വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇങ്ങനെ പറയാൻ കാരണം? എന്തുകൊണ്ടായിരിക്കും ഇവരുടെ വീഡിയോ കാണുമ്പോൾ പല ആളുകൾക്കും ഛർദ്ദിക്കാൻ വരുന്നത് അല്ലെങ്കിൽ അസ്വസ്ഥത തോന്നുന്നത്? എന്തായിരിക്കും ഇതിൻ്റെ പിന്നിലുള്ള ഒരു കാരണം എന്നാവും നമ്മൾ ആദ്യം ചിന്തിക്കുക. അതിൻ്റെ പിന്നിലുള്ള ഒരു കാരണം കൂടി ഞാൻ എന്തായാലും പറഞ്ഞുതരാം. അതായത് ഇവർ ഫാമിലി വ്ളോഗാണ് ചെയ്യുന്നത്, ഞാൻ പറയില്ല. അപ്പോൾ ഇവരുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് കൂടുതലും ഇവരുടെ ചാനലിലൂടെ നമുക്ക് മുന്നിൽ പങ്കുവെക്കുന്നത്. അപ്പോൾ ഇവരുടെ വീട്ടിലൊരു കുട്ടിയുണ്ട്. അതായത് ആ കുട്ടിക്ക് മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ ആ ഒരു കുട്ടിയെ കാണുമ്പോഴാണ് ഈ ആളുകൾക്ക് ഛർദ്ദിക്കാൻ വരുന്നതും മറ്റു പല ചിന്തകൾ തോന്നുന്നതൊക്കെ. എന്താണ് സത്യം പറഞ്ഞാൽ, ആ ഒരു കുട്ടിയെ കാണുമ്പോൾ നമുക്ക് ആർക്കും അങ്ങനെ ഒന്നും പ്രത്യേകിച്ചിട്ട് ഒരു ചിന്താഗതി ഒന്നും ഇല്ലാതെ സാധാ ഒരു മനുഷ്യനാണ് നമ്മളെങ്കിൽ നമുക്ക് ആർക്കും ആ ഒരു കുട്ടിയെ കാണുമ്പോൾ അത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ഒരു തോട്ടും ഉണ്ടാവില്ല. കാരണം നമ്മളെപ്പോലെ അല്ലാതെ എല്ലാവർക്കും ഒരുപോലെയുള്ള ചിന്തകളും ബുദ്ധിയും അല്ലല്ലോ ദൈവം കൊടുക്കുക. അതുപോലെ ആ കുട്ടിക്ക് ചെറുതായിട്ട് എന്തൊക്കെയോ ആ കുട്ടിയുടെ ബുദ്ധിമുട്ടുകളുണ്ട്. ആ ഒരു ബുദ്ധിമുട്ട് കണ്ടിട്ടാണ് ഇങ്ങനെ മറ്റുള്ള ആളുകൾക്ക് തോന്നുന്നത്. അത് സാധാരണ രീതിയിലുള്ള ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും അതേ ഒരു നെഗറ്റീവായിട്ട് തോന്നില്ല. അല്ല, നമ്മുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ വയ്യാത്ത കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന പരിസരത്തൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള കുട്ടികളെ കാണുമ്പോൾ നമുക്കിങ്ങനെ അറുപ്പോ വെറുപ്പോ തോന്നേണ്ട ഒരു ആവശ്യമില്ല. നോർമലായിട്ടുള്ള ആളുകളെ കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ അയാൾക്ക് ഇത്തരത്തിലുള്ള ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്ന ആളുകൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അവരുടെ മനസ്സിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ അവരുടെ ചിന്താഗതി, അവരുടെ കണ്ണിൻ്റെ പ്രശ്നം തന്നെയായിരിക്കും. ആ ഒരു കുഞ്ഞു മാലാഖയെ കാണുമ്പോൾ നമുക്ക് ആർക്കും തന്നെ അങ്ങനെ തോന്നില്ല. ആ മോളുടെ വീഡിയോസ് കാണുമ്പോൾ ഒരിക്കലും നമുക്ക് ആർക്കും അങ്ങനെ തോന്നില്ല കേട്ടോ. കാരണം ആ വീട്ടുകാർ ആ കുഞ്ഞിനെ വളരെ പൊന്നു പോലെയാണ് കൊണ്ട് നടക്കുന്നത്. അവർ ആ മോളെ കുളിപ്പിക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും കണ്ണെഴുതുന്നതും പൊട്ടു തൊടുന്നതൊക്കെ ആയിട്ട് വളരെ രസകരമായിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. എത്ര നല്ല കെയറോട് കൂടിയിട്ടാണെന്ന് അറിയാം അവർ നോക്കുന്നത്. ആ കുട്ടിയുടെ അച്ഛനായാലും സഹോദരിയായാലും അമ്മയായാലും വളരെ നല്ല രീതിയിലാണ് കുട്ടി അവർ നോക്കിക്കൊണ്ട് വരുന്നത്. അപ്പം അത്തരത്തിലുള്ള വീഡിയോ ഒക്കെയാണ് നമുക്ക് മുന്നിൽ അവർ വെക്കുന്നത്. ആ വീഡിയോ കണ്ടിട്ടാണ് ഇപ്പോൾ കുറേ ആളുകൾ വളരെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ അവർ ലൈവ് പോയാൽ അതിലും വന്നിട്ട് വളരെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ സത്യം പറഞ്ഞാൽ അവരെ തളർത്തുന്ന തരത്തിലുള്ള വീഡിയോസാണ് കേട്ടോ, നെഗറ്റീവ്സ് ആണ് കേട്ടോ ഫുള്ള് ഇടുന്നത്. ആ കുട്ടികൾ എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീഡിയോസും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇങ്ങനെ നെഗറ്റീവ് ഒന്നും രണ്ടോ അല്ല കേട്ടോ, അവർ വീഡിയോ ചെയ്യുന്നതിനിടയിലൊക്കെ വന്നിട്ട് ഇത്തരത്തിൽ അവരെ എങ്ങനെയെങ്കിലും പിന്തിരിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതായിരിക്കാം. വളരെ നെഗറ്റീവായിട്ടുള്ള രീതിയിലുള്ള കമൻസ്, കുട്ടിയെ കാണുമ്പോൾ ഛർദ്ദിക്കാൻ വരുന്നു, എന്താണ് ആ കുട്ടിയുടെ മുഖം ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള കമൻറ്റ്. ആ കുട്ടികളെ സത്യം പറഞ്ഞാൽ അവരെ വേദനയിലാക്കുകയാണ് കേട്ടോ. നമ്മളിങ്ങനത്തെ കമൻറ്റ് ഒന്നോ രണ്ടോ കമൻറ്റൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളത് മൈൻഡ് ചെയ്യാതെ അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് പോവാം. പക്ഷെ ഇങ്ങനെ സ്ഥിരമായിട്ട് കമൻറ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു വിഷമം വരില്ല ഉള്ളിലല്ലേ. അങ്ങനെ ഒരു പരാതി കൊടുക്കാനൊക്കെ തീരുമാനിച്ചു. അത് നമ്മൾ ഫേക്ക് അക്കൗണ്ടിലായിരിക്കും പൊതുവേ ഇത്തരത്തിലുള്ള ആളുകൾ കമൻറ്റ് ഇടുന്നത് അല്ലേ. ആരും ഒറിജിനൽ അക്കൗണ്ടിൽ വന്നിട്ട് ഇത്തരത്തിലുള്ള കമൻറ്റ് ഇടാൻ അധികം ധൈര്യപ്പെടില്ല. പക്ഷെ ഫേക്കിൽ നിന്നും ഇപ്പോൾ പല ആളുകളും ഒറിജിനലായിട്ടുള്ള അക്കൗണ്ടിൽ നിന്നിട്ടാണ് ഇത്തരത്തിലുള്ള കമൻറ്റ് ഇടുന്നത്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ വയനാട് ദുരന്തത്തിൽ ഇത്തരത്തിലുള്ള കുറേ നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന ആളുകളൊക്കെ നമ്മൾ മലയാളികളെല്ലാവരും എടുത്തിട്ട് നല്ല പെരുമാറിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കുട്ടികളെയും നമ്മളെല്ലാവരും കൂടിയിട്ടൊന്ന് സേഫ് ആക്കണം. കാരണം ആ കുട്ടികൾ കുറേ വീഡിയോയിലായി പറയുന്നു. ഇപ്പം ഞാൻ ആ കുട്ടികളുടെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയപ്പോൾ കുറേ വീഡിയോസിലായിട്ട് അവർ പറയുന്നുണ്ട്, ആരെങ്കിലും സഹായിക്കണം, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഒഴിവാക്കി തരണം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അവരിങ്ങനെ സൈബർ സെല്ലിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് നമുക്കറിയാം പെട്ടെന്നൊന്നും ക്ലിയർ ആവാൻ വഴിയില്ല. അതിൻ്റേതായിട്ടുള്ള കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ എടുക്കും. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ആ ഒരു ഞരമ്പരെ കണ്ടെത്തിയിട്ട് അല്ലെങ്കിൽ എന്താണ് അവൻ്റെ പ്രശ്നം അല്ലേ, ഇത്ര നെഗറ്റീവായിട്ട് കമൻറ്റ് ഇടാൻ മാത്രം നിങ്ങൾ ആരെങ്കിലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടെ. നമ്മുടെ പാപ്പി വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ടാണ് ആ യൂട്യൂബ് ചാനലിൻ്റെ പേര്. അതിലൊന്ന് കയറി കണ്ടാൽ നമുക്ക് പറയാം നെഗറ്റീവ് എന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ല. സാധാരണ എല്ലാ മനുഷ്യരെ പോലെ തന്നെയാണ് അവർ ജീവിക്കുന്നത്. അവരെ കണ്ടാൽ
അവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് നെഗറ്റീവായിട്ട് ഒന്നും തന്നെ തോന്നാൻ എനിക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് തോന്നിയിട്ടില്ല. ഇനി ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഒരു മനസ്സിൻ്റെ ഒരു പ്രശ്നം തന്നെ ആയിരിക്കും. എന്തായാലും ആ ഒരു കുട്ടികൾ എത്രയും പെട്ടെന്ന് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് കരകയറ്റാൻ വേണ്ടിയിട്ട് കഴിയട്ടെ. കാരണം അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള നെഗറ്റീവ് വരുമ്പോൾ. നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ അത്തരത്തിലുള്ള നെഗറ്റീവ് നവർ മൈൻഡ് ആക്കിയിട്ട് വിടാനുള്ള ഒരു ഇതൊന്നും എല്ലാവർക്കും ഉണ്ടാവില്ല. ചില ആളുകൾക്ക് ഇത്തരത്തിലുള്ള നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ വളരെയധികം അവർ വിഷമിപ്പിക്കും. അപ്പം ഇങ്ങനെ ഈ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഊളകളുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ അവരൊക്കെ എടുത്തിട്ട് നല്ല പെരുമാറലിന് വേണം. കാരണം നമ്മൾ നെഗറ്റീവ് ഇടുന്ന വീഡിയോസിന് ഇടാം ഇല്ല, നെഗറ്റീവായിട്ടുള്ള വീഡിയോസ് എത്രയോ ആളുകൾ ചെയ്യുന്നുണ്ട്, നെഗറ്റീവ് തരത്തിലുള്ള പല വീഡിയോസും. അതിനൊക്കെ താഴെ പോയിട്ട് ഇവർ നല്ല അടിപൊളി കമൻറ്റ് ഇട്ടിട്ട് ഇത്തരത്തിൽ നല്ല വീഡിയോസ് ചെയ്യുന്നതിന് താഴെ വന്നിട്ട് വളരെ മോശമായിട്ടുള്ള കമൻറ്റ് ഇടും. അപ്പോൾ അത്തരത്തിലുള്ള ഈ ഊളകൾ എത്രയും പെട്ടെന്ന് ആ ഒരു സൈബർ സെല്ലിൽ അവർ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. എത്രയും പെട്ടെന്ന് ആ ഒരു കംപ്ലയിൻറ്റ് അത് ആരാണെന്ന് കിട്ടിയിട്ട് അവൻ ഇത്തരത്തിൽ ഇനി മേലാൽ ഒരു ആൾക്കും ഇത്തരത്തിലുള്ള ബാഡായിട്ടുള്ള ഒരു കമൻറ്റ് ഇടാതെ ഇരിക്കാനുള്ള എന്തായാലും അവന് തക്കതായിട്ടുള്ള ഒരു ശിക്ഷ തന്നെ കിട്ടട്ടെ. ആ കുട്ടികൾക്ക് എത്രയും പെട്ടെന്ന് എന്തായാലും നിങ്ങൾ തളരരുത് മക്കളെ. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുക. നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾ ഇട്ടുകൊണ്ടേ ഇരിക്കുക.